എന്താണ് മുരളീധരൻ സാറേ, പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ തൊടാൻ മടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ മിഠായി അങ്ങനെ ആ ഒരു ബെഞ്ചിൽ അങ്ങനെ വെതറിട്ട് കൊടുത്തത് അല്ലേ? നിങ്ങൾക്ക് ആർക്കും, ഈ വീഡിയോ കാണുന്ന ആർക്കും അത് ഫീൽ ചെയ്തില്ല. ഒപ്പം തന്നെ പട്ടികജാതി വികസന മന്ത്രിയുണ്ട്, കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസ്സുകാരിയായിട്ടുള്ള പട്ടികജാതി വികസന മന്ത്രിക്ക് ഇതൊരു തെറ്റാണെന്ന്, ഇതൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാര്യം എന്തെന്ന് മനസ്സിലായല്ലോ? ഇന്ന് കട്ടേല അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിൽ, സ്വാഭാവികമായിട്ടും ഈ അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂള് നമ്മുടെ കേരളത്തില് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. പാവപ്പെട്ട കുട്ടികളാണ് പലപ്പോഴും, ആദിവാസി കുട്ടികൾ അടക്കമുള്ള ആളുകളൊക്കെ അതിൽ പഠിക്കാറുണ്ട്. അങ്ങനത്തെ കുട്ടികളിലെ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് BJP MLAയും കുട്ടി നമ്മുടെ കോൺഗ്രസ്സുകാരി മന്ത്രി. എന്തായാലും പട്ടികജാതി പട്ടിക വികസന മന്ത്രി ചെയ്തത് അതിഗംഭീരമായിട്ടുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് ആ മിഠായി എടുത്ത് അവരെ കൈകൾ പിടിച്ച് ആ കൈയിലേക്കൊന്നും ഇട്ട് കൊടുക്കാൻ പോലുള്ള ഒരു മനസ്ഥിതി അവർക്ക് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പട്ടികജാതി വിഭാഗ മന്ത്രിക്ക് വേണ്ടിയിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അവർക്ക് അറിയിക്കേണ്ട വേണം. അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട പട്ടികജാതി വികസന മന്ത്രി, താങ്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ. എന്തായാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തൊടാൻ പോലും പാടില്ലാത്ത എന്തോ കുട്ടികളാണെന്ന് നിങ്ങൾ ഇതോടുകൂടി തെളിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ ഇതോടുകൂടി തെളിയിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആ മിഠായി പാക്കറ്റ് കൃത്യമായിട്ടൊന്ന് പൊട്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് 2 മിഠായി ആ കുരുന്നുകളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും ഈ സമൂഹം ചോദിക്കേണ്ടതാണ്. BJPക്കാർക്ക് അത് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തില് ദളിതരെ അശരണരെ അവർ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുരളീധരന് ആ കൊച്ചുങ്ങളുടെ കയ്യിൽ തൊടാൻ മടിയായിരുന്നു. മടിയെന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് ബെഞ്ചിൽ കൊട്ടിയിട്ട് കൊടുത്തു. കണ്ടോക്ക്, എന്ത് നാറിത്തരമാണ് ആ ചെയ്യണം. നോക്കി ആ കുട്ടികളുടെ മുഖം നോക്ക്. ചെറിയ കുട്ടികളാണ്, പക്ഷെ അവർക്ക് ഇപ്പോഴേ ബോധമുറിച്ച കുട്ടികളെന്നേ പറയും. അവിടുത്തെ 1-2 കുട്ടികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. നോക്കൂ, നിങ്ങളിങ്ങനെ മിഠായി വാങ്ങിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊട്ടി കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മുടെ വീട്ടിലത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നു, അവരെ ആഘോഷിക്കാൻ വേണ്ടി എന്ത് സമ്മാനം വാങ്ങിക്കാൻ കുത്തിരിക്കുന്നു, അവരെ ബെഞ്ചിൽ ഇങ്ങനെ കൊട്ടി കൊടുക്കുക. ഇത് ഈ അമ്പലത്തില് ഈ അവരിൽ താഴ്ന്ന ജാതിക്കാരായിട്ട് ആളുകൾ വരുമ്പോ ഈ അമ്പലത്തിനുള്ളിൽ ഈ പൂജാരിമാർക്ക് ഈ കുറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇലയിലാക്കിയിട്ട് ഒരു എറിഞ്ഞു കൊടുക്കണ പരിപാടി ഉണ്ട്. കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുക, കയ്യിൽ തൊടില്ല. കൃത്യമായിട്ടുള്ള അകലം പാലിക്കും. എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉണ്ട് എന്നർത്ഥം. എന്തായാലും ഇത് V ശിവൻകുട്ടി സാറാണ് കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കിയത്. അദ്ദേഹം എഴുതിയിട്ടു. കട്ടേല സ്കൂളിലെ കുട്ടികളോടുള്ള V മുരളീധരൻ MLAയുടെ പെരുമാറ്റം അങ്ങേയറ്റം അപലപനീയം. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുരുന്നുകളോട് V മുരളീധരൻ കാണിച്ച ഈ പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം ലജ്ജാവഹമാണ്, പ്രതിഷേധാർഹമാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ ഇത്രത്തോളം അവഹേളിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് അത്ഭുതപ്പെടുത്തുന്നു. ഇത് തുടക്കമാണ് എന്റെ നാട്ടുകാരെ. ഇങ്ങനെയുള്ള അവഹേളനങ്ങൾ, താഴ്ന്ന ജാതിക്കാരുള്ള അവഹേളനങ്ങൾ, അവരെ മാറ്റി നിർത്തലുകൾ നമ്മൾ ഇനി കാണാൻ പോകുന്നുള്ളൂ. കേരളം ഭരിക്കുന്നത് VD സതീശൻ മേനോൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 3 താമരയുണ്ടെന്ന് മനസ്സിലാക്കുക. ആ താമരയുടെ ഉന്നത ജാതി ആൾക്കാരൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം പോയി കണ്ട് കാലൊക്കെ തൊട്ടു വണങ്ങി കുനിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കോൺഗ്രസ്സുകാരെന്ന് മനസ്സിലാക്കുക. എല്ലാ ജാതി തിണ്ണകളും നന്നായിട്ട് നിരങ്ങുന്നുണ്ട് ഈ മന്ത്രിമാരെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ അത്ര സുഖകരമൊന്നും ആവില്ല എന്ന് ഇപ്പോഴേ പറഞ്ഞു കൊള്ളട്ടെ. എന്തായാലും പ്രവേശനോത്സവ കുട്ടികൾക്ക് മിഠായി നൽകുന്ന പകരം അവരെ അപമാനിക്കുന്ന രീതിയിൽ മേശപ്പുറത്തേക്ക് മിഠായി തട്ടിയിട്ട് അതെടുത്ത് കഴിക്കാൻ ആവശ്യപ്പെട്ടത് മനുഷ്യത്വമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്.
കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നതും അവരുടെ മനസ്സിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നതുമായ ഇത്തരം പ്രവൃത്തികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഏറ്റവും ഗൗരവകരമായ കാര്യം ഈ സംഭവ സ്ഥലത്ത് ഉദ്ഘാടകയായ മന്ത്രി അവിടെ ഉണ്ടായിട്ടും ഒരു ജനപ്രതിനിധിയുടെ ഈ ധിക്കാരപരമായ നടപടിയെ തടയാനോ തിരുത്താൻ അവർ തയ്യാറായില്ല. അവർ തയ്യാറാവില്ല. അത്തരത്തിലുള്ള ബോധമൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ്. ഇവരെ കൊണ്ടൊന്നും നടക്കില്ല സുഹൃത്തുക്കളെ. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധിക്കാരപരമായ പരിപാടിയാണ്, മോശമാണ് ചെയ്യുന്നത്. ആ മിഠായി എങ്ങനെ തട്ടിക്കൊടുക്കാൻ പാടില്ല എന്ന് ആ നിമിഷത്തിൽ പറയേണ്ടതാണ്. കുട്ടികളുടെ കയ്യിലേക്ക് മിഠായി കൊടുക്കുമെന്ന് ആ നിമിഷം പറയേണ്ടതാണ്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ട മനസ്സിലാക്കും, ഒരു മിഠായി പോലും MLA കയ്യിലെടുത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. തുടക്കം മുതലേ അത് ആ ഒരു ഗ്യാപ്പിലൂടെ തള്ളിയിട്ട് കൊടുക്കുകയാണ്, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. പണ്ടത്തെ ഇങ്ങനെ ഈ അങ്ങോട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി വിതറി നിലത്ത് വിതറി എറിഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളി, നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നോളി എന്ന് പറയുന്ന രീതിയിൽ കഴിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു അനാഥര് കാണുമ്പോൾ അവർ നിശബ്ദരായി നോക്കി നിന്നു. അതീവ ഗുരുതരമായ വീഴ്ച. കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് ഇവിടെ ഇത്തരം ഒരു മോശം പ്രവണതയ്ക്ക് കൂട്ടുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. എന്തായാലും MLA ഈ കാര്യത്തിൽ മാപ്പ് പറയണമെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇത് വി ശിവൻകുട്ടി ഒരുപക്ഷെ അത്രയും നന്നായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടപ്പോഴാണ് ഇങ്ങനൊരു തോന്നലിലേക്ക് ആളുകളൊക്കെ മാറിയുള്ളൂ എന്നുള്ളതാണ്. നോക്കിയേ, വാർത്ത വേറെയും വന്നിരിക്കുന്നു അതിന്റെ തൊട്ടു പിന്നാലെ. പ്രവേശനോത്സവത്തിൽ തിരുവനന്തപുരത്ത് കട്ടയിലെ ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഒരു വിവാദം. എന്താ സംഭവം എന്നല്ലേ? നമ്മുടെ വി മുരളീധരൻ MLA അവിടെ കുട്ടികൾക്ക് കയ്യിൽ മിഠായി കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദം. കുട്ടികളുടെ കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കുകയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മുൻ മന്ത്രി വി ശിവൻകുട്ടി വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഞങ്ങളത് വാർത്തയാക്കിയത്. MJ പ്രതീഷ് ഉണ്ട്. MJ പ്രതീഷ് അതുകൊണ്ടാണ് അത് വാർത്തയാക്കിയത്, അല്ലാതെ അത് വാർത്തയാക്കാൻ ഇവർക്ക് തോന്നിയില്ല എന്നർത്ഥം. വി ശിവൻകുട്ടി അത് പോസ്റ്റ് ഇട്ടപ്പോൾ മാത്രമാണ് റിപ്പോർട്ടർ അടക്കമുള്ള നമ്മുടെ നന്നായി ചിന്തിക്കുന്നു പറയുന്ന ഈ ഒരു മനുഷ്യനടക്കം അത് അങ്ങനെ തോന്നിയത് അപ്പോൾ മാത്രമാണ്. അത് ഇവർക്ക് തോന്നിയിട്ടില്ല. ആ തോന്നാതിരിക്കുന്നതിന്റെ ബോധം ഞാൻ പറയുന്നില്ല, ആ തോന്നാതിരിക്കൽ കൂടിയാണ് ജാതീയത സുഹൃത്തുക്കളെ. കൃത്യമായിട്ട് അങ്ങനെ തോന്നണം. എല്ലായിടത്തും കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് മിഠായികൾ കൊടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ലീഗിന്റെ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഒരു കുട്ടി കരഞ്ഞപ്പോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് അദ്ദേഹത്തിന് മേടിക്കണ ചാഞ്ഞു, എന്നെ തൊടല്ലേ, എന്നെ തൊടാൻ പാടില്ല എന്നൊന്നല്ല അദ്ദേഹം പറഞ്ഞ. ആ കുരുന്നിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തോളത്തെടുത്തു, ഒക്കത്തെടുത്ത് നടന്നു. എന്തിനാ കരയുന്നേ? കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ്. എത്ര സുന്ദരമായ, എത്ര മാന്യമായ, എത്ര സൗന്ദര്യമുള്ള ദൃശ്യമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയല്ലേ ജനപ്രതിനിധികൾ മാറേണ്ടതും മാതൃകയാകേണ്ടതും? അതിന് പകരമായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? ഇതാ ഇത്തരത്തിലുള്ള നാറിത്തരങ്ങൾ. ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും കാണാം ഇങ്ങനെയും കാണാം എന്നാണ്. പക്ഷെ അവിടെ കുട്ടികൾക്ക് ഒരുപാട് മിഠായി ഉള്ളത് കൊണ്ട് താഴെ പോവണ്ട എന്ന് കരുതി മേശപ്പുറത്തിട്ട് കൊടുത്തതാണ് എന്നതാണോ വിശദീകരണം? വിശദീകരണം അപ്പോഴത്തേനൊക്കെ അങ്ങനെ ആയോ? കുറെ മിഠായി ഉള്ളത് കൊണ്ട് താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകളിൽ വെച്ചുകൊടുത്ത് എങ്ങനെയാ താഴെ പോകുന്നത്? എന്റെ സുഹൃത്തെ, താങ്കളൊക്കെ ഏതൊരു തരത്തിലാണ് ഈ റിപ്പോർട്ടറിന്റെ ആളൊക്കെ ചിന്തിക്കുന്നത്? എന്തൊരു മോശമായ ചിന്താഗതിയാണ് താങ്കളത്. നിങ്ങൾക്ക് അങ്ങനെയാണോ ഫീൽ ചെയ്തത്? അങ്ങനെയും കാണാം ഇങ്ങനെയും കാണാം, ഒരൊറ്റ തരത്തിലേ കാണാൻ കഴിയുള്ളൂ. കാരണം അത് BJPയുടെ ഒരു MLA ആണ്. അവർക്ക് വേറൊരു തരത്തിലും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ മുഴുവൻ ഇവർ ദളിതരോട് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. താൻ വന്നു നിൽക്കുന്നത് ഏതൊരു സ്കൂളിലാണ്, ഏത് സ്ഥലത്താണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അത് SC/STക്കാരുടെ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അവിടെ കുഞ്ഞുങ്ങള് അവിടെ വന്നിരിക്കുന്നതെല്ലാം പട്ടികജാതി പട്ടികവർഗ കുട്ടികളാണെന്ന് ഇയാൾക്ക് അത്യാവശ്യം കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ അവരെ തൊടുന്നത് അറപ്പെന്നൊക്കെ തോന്നുന്ന ഇത്തരം ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപമാനകരം. റിപ്പോർട്ടർ ചാനലിന്റെ ഈ ഒരു വാർത്ത അവതാരണത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്നു, അരുൺകുമാർ താങ്കൾ പറയുന്നതും അപമാനകരമാണ്. കയ്യിൽ കൊടുക്കാതെ മേശപ്പുറത്ത് കുടഞ്ഞിട്ടു എന്നുള്ളതാണ്. അത് കയ്യിൽ കൊടുക്കാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന മട്ടിലാണോ ഇപ്പോൾ പ്രചരണം? അരുൺകുമാർ, അത്തരത്തിലാണ് വി മുരളീധരൻ MLAക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയരുന്നത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് പട്ടികജാതി പട്ടികവർഗ മന്ത്രിയുമായി ഇനി
ഇതിന് മാപ്പ് പറയണമെന്നാണ് ആവശ്യം. ഇത് മാപ്പ് പറയുന്ന നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? മാപ്പ് പറയില്ല. മാപ്പ് പറയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതിനെ ഭംഗിയായിട്ട് ന്യായീകരിക്കും. ആ ന്യായീകരണത്തെ രണ്ട് കൈയും നീട്ടി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. അതേ നടക്കാൻ പോകുന്നുള്ളൂന്നേ. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വി മുരളീധരൻ MLA വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്ത വിവാദത്തിലായി. കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്ത് ഇട്ടുകൊടുത്തതാണ് വിമർശനത്തിന് വഴിയായത്. അതൊക്കെ കണ്ട് കൈയടിക്കാൻ കുറെ മൊയന്തുകളും വൃത്തികേട്. ഒരു മിഠായി പോലും, ഒരൊറ്റ മിഠായി പോലും, അതാണ് അത്ഭുതം, ഒരൊറ്റ മിഠായി പോലും അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് മാന്യമായിട്ട് രീതിയിലേക്ക് കൊടുക്കണം. നമ്മള് സദ്യ കൊടുക്കുക, സദ്യ വിളമ്പിരിക്കുകയാണെങ്കിൽ കക്കൂസിലാണ് വിളമ്പിരിക്കുന്നത്, പോയി കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുവോ? സദ്യക്ക് ക്ഷണിച്ചിരിക്കുന്നതിന് എന്നിട്ട് കക്കൂസിൽ സദ്യ വിളമ്പിച്ചിരിക്കുന്നു, നമ്മൾ പോയി തിന്നോടോ? തിന്നില്ലല്ലോ. നമ്മുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന രീതിയിലല്ലേ ആ കുട്ടികൾക്ക് ചിലർക്കെങ്കിലും ചിലപ്പോൾ ബോധ്യം ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ പട്ടികജാതി പട്ടികവർഗ ആ ഒരു സ്ത്രീക്കെങ്കിലും, അവർക്കെങ്കിലും, ആ ഒരു മന്ത്രിക്കെങ്കിലും ബോധം ഉണ്ടാവണ്ടേ. ഇളിച്ചോണ്ട് നിൽക്കുന്നു അവിടെ അത് കണ്ടിട്ട് ഇളിച്ചോണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഞാൻ ഇത്ര പറയുന്നുള്ളൂ. VD സതീശൻ മേനോൻ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. ഇതിനപ്പുറം വേറൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ബൈ.